പാവ് ഭാജി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളൊരു പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ അടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ചേർക്കുന്നത്. അപ്പോഴേക്കും കുക്കറിലൊരു ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായൊന്ന് ഉടച്ചെടുക്കാം. ക്യാരറ്റ് ഇട്ടേക്ക് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള 2 തക്കാളിയാണ് മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ച് ചേർത്തിരിക്കുന്നത്. ഇതും ചേർത്ത ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയത്തെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പാവ് ഭാജി മസാലയാണ്. അങ്ങനെ മസാലയെല്ലാം ചേർത്ത ശേഷം നന്നായൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ മിക്സി കഴുകിയ വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. അതും ചേർത്ത ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മാഷർ വെച്ചിട്ടാണ് നന്നായി ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ക്യാപ്സിക്കാണ് ചേർക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. അതും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പാവ് ഭാജിക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് 2 സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പാവ് ഭാജിയുടെ ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാവ് ഭാജിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.